ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് നമ്മളെ വീഡിയോകൾക്കൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കണമുണ്ട് കേട്ടോ, പ്രതീക്ഷിക്കണമുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്നത്തെയും പോലെ തന്നെ നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഡെയിലി ഇപ്പം ഈ ഒരു രീതിയിൽ തന്നെയാണല്ലോ വരുന്നത് വീഡിയോ. അപ്പം നിങ്ങൾക്ക് ആർക്കും മടുക്കണമൊന്നും ഇല്ലായിരിക്കൂലേ? എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ ആ ഒരു പിന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാനിതാട്ടോ ഇന്നിപ്പം കുട്ടികൾ മദ്രസ പോകണേൻ്റെ മുന്നേ ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങിയാണ്. സാധാരണ ഞാൻ ഓരെ പറഞ്ഞയച്ച് കുറച്ച് നേരം ഒന്ന് എൻ്റെ ഫോണിലൊക്കെ നോക്കി അങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ ചായം കടി ഉണ്ടാക്കാനൊക്കെ നിൽക്കുക. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എണീച്ച് വേഗം കുട്ടികൾക്കുള്ള കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ അത് കഴിഞ്ഞ പാടന്നെ വേഗം തട്ടോ കുറച്ച് പൊടി ഇങ്ങോട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഇന്ന് കുറച്ച് ചൊറ പിടിച്ച പണിയാണ് കേട്ടോ. ആ ഒരു കടിയാണ് ഉണ്ടാക്കുന്നത്, കുഞ്ഞിപ്പത്തിരി. ചില സ്ഥലത്ത് ചൊറപ്പത്തിരി എന്നൊക്കെ പറയും, നമ്മളിവിടെ കുഞ്ഞിപ്പത്തിരി എന്നാണ് കേട്ടോ പറയൽ. അതിന് കുഞ്ഞു കുഞ്ഞു ഉരുട്ടി പരത്തി ഇങ്ങോട്ട് എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ സാധാരണ ആവണ ഒരു 8 മണി ആകുമ്പോഴത്തേക്ക് തന്നെ ചായയും കടിയൊക്കെ ആവും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ മദ്രസയ്ക്ക് പിന്നെ പോകുന്നതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വേഗം പൊടിയൊക്കെ ഒന്ന് വാട്ടി എടുത്തത് കഴിഞ്ഞിട്ടോ. അപ്പോൾ അന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു തളുകയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. മക്കൾക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി അതും ഇതാ ഓരോരോ ക്ലാസ്സിൽ ചൂടണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ഒരുക്കൊന്നും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നില്ല. എത്ര നേരത്തെ വിളിച്ചാലും ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മളിങ്ങനെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. അങ്ങനെ ഇതാ ഞാൻ തളികയിൽ ഇതൊക്കെ ഒന്ന് ഇട്ടൊന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയാണ്. മക്കൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നാഫിമോന് പിന്നെ വരുന്നേ ഉള്ളൂ. ചെറിയ രീതിയിലൊരു മഴ ചാറലൊക്കെ ഉണ്ട്, അങ്ങനെ പെയ്യണമൊന്നുമില്ല. ഇവരോട് കുട എടുക്കാൻ പറഞ്ഞാൽ അവർക്ക് രണ്ടാൾക്കും ഭയങ്കര മടിയാണ് കേട്ടോ കുട എടുത്തിട്ട് പോകാൻ. നിച്ചുവിന് തീരെ മടിയാണ് നനക്കാനും. സ്കൂളിലേക്കായാലും മദ്രസക്കായാലും കുട ബാഗിലുണ്ടായാലും ഈ പെൺകുട്ടിയൊക്കെ അങ്ങനെയാണല്ലോ, കുട നനക്കാനൊരു മടിയായിരിക്കുമല്ലോ. എനിക്കൊക്കെ അങ്ങനെ തന്നെ ഇനി കേട്ടോ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പെയ്യാണെന്നുണ്ടെങ്കിൽ എടുക്കും, ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ മഴ കൊണ്ടാലും കുഴപ്പമില്ല എൻ്റെ കുട നനക്കൂല എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇവളും ഉള്ളത്. അപ്പം ഞാൻ ഓരോക്കെ പറഞ്ഞയച്ചു. പിന്നെ അതാ പൊടി ഒന്ന് വേഗം നല്ലോണം ഒന്ന് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഓരോരോ പിന്നെ പത്തിരി ആക്കി ഇതങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. ഇതിൽ കാണുമ്പോൾ എത്ര പെട്ടെന്നാണ് ഓരോന്നായി കിട്ടണത് അല്ല കേട്ടോ. പിന്നെ ഞാനൊരു 7:30 ആയപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ഉരുട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ കുറേ ഇവിടെ നിന്നിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ ഫിമോന് ഇരിക്കണ ആ ഒരു പലകല്ലേ വാഷിംഗ് മെഷീൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് ഇതൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ച് അവിടെ ഇരുന്നിട്ടൊക്കെ കഴിഞ്ഞിട്ടോ അതൊക്കെ പരത്തി എടുത്തിട്ടുണ്ടായിനത്. അപ്പോൾ ഇതാ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ആവിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. ഇന്നിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഉച്ചക്കാണ് കേട്ടോ. ഞാൻ എപ്പോഴാണോ ഒരു ഗ്യാപ്പ് കിട്ടുന്നത് ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യലും വോയിസ് കൊടുക്കൽ. സാധാരണ നാസിമോന് ഉറങ്ങുന്ന സമയത്താണ് അധികവും ഞാൻ വോയിസ് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ ഉച്ചക്കാണ് എന്നുള്ളത്. അപ്പോൾ ഒരുത്തൻ എൻ്റെ മടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒച്ച ഉണ്ടാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മെല്ലെ ഇരുത്തിയിട്ടുണ്ട്. ഓനിക്കാണെങ്കിൽ ചെറിയൊരു പനിയും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. കഫക്കെട്ടൊക്കെ ആയിട്ട് ഉണ്ട്. ഞാൻ കാണിച്ചിട്ടൊക്കെ വന്നതേനു, എന്നാലും ശരിക്കും അങ്ങോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ഇനി. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചുമയും നിരങ്ങലും മൂളലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കും. അങ്ങോട്ട് പോയിക്കോ അല്ലെങ്കിൽ ഒന്ന് നാഫിമോൻ്റെ അടുത്ത് പോകുമെന്ന് പറയുമ്പം അതൊന്നും ഇപ്പോൾ കേൾക്കണില്ല. എൻ്റെ മടിയിൽ തന്നെ ഓനിക്ക് ഇരിക്കണം. കുട്ടികളുണ്ടാകുമ്പോൾ ഇവരെ മാനേജ് ചെയ്ത് ഓരോന്ന് ചെയ്യണമെങ്കിൽ ചില്ലറ ഇടങ്ങാറൊന്നുമല്ല കേട്ടോ ഉള്ളത്. ചിലപ്പോൾ അങ്ങനെ ഒച്ച ഉണ്ടാക്കാതെ മിണ്ടാണ്ട് അങ്ങനെ മടിയിലിരുന്നോളൂ കേട്ടോ. കാരണം ഓനക്കും ഇതിപ്പോൾ ഒരു ശീലമായിക്കണം. ഞാൻ ഈ ഒരു ഇതിങ്ങനെ ചെയ്യുമ്പോഴേ വീട്ടിലെ പണിയെടുക്കണ മാതിരി ഇപ്പോൾ ഇത് ഉമ്മച്ചീൻ്റെ എന്തോ ഒന്നാണ് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മടിയിൽ അങ്ങനെ ഇരിക്കണമൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് അതൊന്ന് ആവിയേറ്റി ആവിക്ക് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ നേരെ ഇപ്പുറത്തേക്ക് വന്നതാണ്. തീ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ചകിരിയും ചിരട്ടയും എല്ലാത്തിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. എന്നാലും ഞാൻ ഉള്ളതൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ച് അങ്ങോട്ട് എടുക്കും കേട്ടോ. എനിക്ക് രാവിലെ തന്നെ ഒരു പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് പോകണ്ടേ വിചാരിക്കുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. നല്ലൊരു ഇപ്പം ആണെങ്കിൽ ഒരു മൂടൽ പോലത്തെ ഒരു മഴേൻ്റെതായിട്ടുള്ളൊരു കാലാവസ്ഥയാണല്ലോ. നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവിടെ പൈപ്പിൽ അങ്ങ് തുറന്ന് വെച്ചാൽ നല്ല സുഖമായിട്ട് അങ്ങനെ കുളിച്ച് പോരാം. അല്ലാതെ ഒരു തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീയൊക്കെ കത്തിച്ച് ഇങ്ങോട്ട് വന്നേണ്. ഇനി അതൊന്ന് ആവി കയറി കിട്ടുമ്പോഴേക്കും ആ ഒരു കുഞ്ഞിപ്പത്തിരി വറവിടാനുള്ള ആ ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകിൻ്റെ പൊടിയും ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ഇത്തിരി ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ലൊരു. അപ്പം ചിക്കൻ മസാലയല്ല, സോറി, ബീഫ് മസാലയാണ് കേട്ടോ ചേർത്തത്. ബീഫ് കറി ഉണ്ടായിരുന്നു, ഇന്നലെ തലേന്ന് ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മെനക്കെട്ടിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ അതിലേക്ക് ചെറിയൊരു തക്കാളിയും കൂടെ മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ കറിക്ക് അരക്കണ പോലെയൊന്നും വേണ്ട, ചമ്മന്തി പോലെയും അല്ല, ജസ്റ്റ് ഒന്ന് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതും അരച്ചവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മളെ ആവി കയറ്റാൻ വെച്ച കുഞ്ഞിപ്പത്തിരിയൊക്കെ നല്ല ആവി കയറി നല്ല വെന്ത് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് വല്ലാണ്ട് ചൂടോടെ ഇങ്ങോട്ട് എടുത്താൽ കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് ചൂടണയാൻ വേണ്ടിയിട്ട് ഒന്ന് അതിമന്ന് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊന്ന് ചൂടാറട്ടെ വിചാരിച്ച് അതവിടെ തുറന്ന് വെച്ചിനി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് ചൂടാറുന്ന സമയം കൊണ്ട് ഇതാ വേഗം വന്ന് ഇപ്പുറത്തെ ഈ ഒരു റൂമൊന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഉറങ്ങി എണീച്ചിട്ട് ഞാൻ ഇക്കൊക്കെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ നാസിമോനും ഉറങ്ങണേനു. പിന്നെ ഓനും കൂടെ എണീച്ചിട്ടല്ലേ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കലൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഓനും എണീച്ച് വന്നിട്ടുണ്ടായിന്. അപ്പോൾ മറ്റേത് ചൂട് കണിയുന്ന സമയം കൊണ്ട് ഈ ഒരു റൂം വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അപ്പുറത്തെ റൂമും കുട്ടികൾ പോയതിൻ്റെ ശേഷം തന്നെ ആ ഒരു റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഒന്ന് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. എനിക്കാണെങ്കിൽ കയ്യോടൊക്കെ വൃത്തിയാക്കി വെക്കണം. ഇന്നാണെങ്കിൽ ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഇടാനുണ്ടായിരുന്നു. ഒരുപാട് ദിവസമൊന്നും ഒരു ബെഡ്ഷീറ്റ് ഞാൻ വെക്കൂല. ബെഡ്ഷീറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിലും ഉള്ളത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് തിരുമ്പി മാറ്റി വിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കാരണം ചെറിയ കുട്ടികളല്ലേ, ഒരു ചിലപ്പോൾ അതിലേയും കളിച്ചും ഇതായി ഒക്കെ അങ്ങനെ കിടക്കയിലൊക്കെ കയറുമ്പോൾ എന്തോ ഒരു ജാതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ മാറ്റി വിരിക്കും ഇടയ്ക്ക്. അങ്ങനെ ഇതാ ഈ ഒരു റൂമും വൃത്തിയാക്കി വെച്ചിട്ട് ഇനി അപ്പുറത്തെ റൂമും അതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇതൊക്കെ ആ ഒരു കുഞ്ഞിപ്പത്തിരി ചൂട് തണയുന്ന സമയത്താണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ജോലികൾ എളുപ്പമാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടുന്ന ചാൻസിന് എന്തൊക്കെ പണിയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ അങ്ങോട്ട് ചെയ്ത് തീർക്കണം. അപ്പോഴത്തേക്കും ഇതാ കുഞ്ഞിപ്പത്തിരി ഏകദേശം ചെറുതായിട്ടൊരു ചൂട് മാറിയിട്ടുള്ളതിന് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അതൊക്കെ എടുത്തിട്ടുണ്ടായി. ഇനിയിപ്പോൾ അതൊന്ന് വറവിടുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പൊട്ടിച്ച് പിന്നെ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ നമ്മൾ ആ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ലാണ്ട് വെള്ളം കൂടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ കുഞ്ഞിപ്പത്തിരീൻ്റെയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അതിലേക്ക് തിളച്ച് പിടിക്കുമ്പോൾ നല്ല സെറ്റ് ആയിക്കോളും. പിന്നെ ആ ഒരു അരപ്പിലേക്കുള്ള കുറച്ചൊരു ഉപ്പും കൂടെ ഒന്ന് ചേർത്തതാ നല്ലോണം ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ടേനി. അപ്പോൾ അതാട്ടോ എപ്പോഴൊന്നും ഈ ഒരു കടിയൊന്നും ഉണ്ടാക്കില്ല. ഇതും ബീഫും നല്ല അടിപൊളി കോമ്പിനേഷൻ അതിനെ. ഇതാ വറവിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇതാ നിച്ചുമോള് ചായ കുടിക്കാൻ എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഉമ്മച്ചി നായിനു കേട്ടോ. ഇത് കഴിച്ചിട്ട് എല്ലാവരെയും വർത്താനം ഞാനും കഴിച്ചു നോക്കി, എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. നോമ്പിനോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കല്ലോ, അധികം ഈ ദോശ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഉണ്ടാക്കുക. ബീഫ് അതിൽ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെയും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞു എണീച്ചു. മക്കളൊക്കെ പോയിന്, ഇക്ക പോയി, കുട്ടികൾ പോയി, ഞാനും നാസിമോനും മാത്രമാണ് കേട്ടുള്ളത്. നാസിമോൻ ഇപ്പോൾ അംഗൻവാടിയിൽ പോവലില്ല. ഓന് അനിയൻ്റെ മോളില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ പോവാൻ. ഓൻ ഒറ്റയ്ക്ക് കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പകുതിയിൽ നിന്ന് പോയി കൂട്ടി കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ അങ്ങനെ മെനക്കെട്ടിട്ട് വിടലില്ല കേട്ടോ. പിന്നെ ഏതെങ്കിലും നമ്മൾ അടുത്തുനിന്ന് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിയതിനും. ഇപ്പം അങ്ങനെ പോകുന്ന കുട്ടികളൊന്നും ഇപ്പം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓനെ അങ്ങനെ മെനക്കെട്ട് ഞാൻ കൊണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഞാനും ഓനും ആണുള്ളത്. പിന്നെ അനിയൻ്റെ മോനുണ്ട് അടുത്ത്. അപ്പോൾ ഒരു രണ്ടാളും കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചങ്ങനെ നടന്നോളും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് തീർക്കാൻ കേട്ടോ. അപ്പോൾ അകൊക്കെ ഒന്ന് റൂമൊക്കെ വൃത്തിയാക്കിയതാണല്ലോ. പിന്നെ അപ്പോൾ അതാ ബാക്കി അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വന്നതാണ്. ഇനിയിപ്പോൾ അടുക്കളയാണ് കാര്യമായിട്ട് നന്നാക്കാനുണ്ടാകുക. കാരണം ഈ വെച്ചുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ വേറെ ചെറുതിലേക്കും അങ്ങനെയൊക്കെ ഒഴിവാക്കി പിന്നെ കഴുകാനുള്ളതൊക്കെ സിങ്കിൻ്റെ അങ്ങോട്ട് കൂട്ടി പെറുക്കി കൊണ്ടുപോയി വെച്ച് പിന്നെ കുപ്പിയും പാത്രങ്ങളും
എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി ഓരോന്നിനും ഓരോരോ സ്ഥലം ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൻ്റേതായ സ്ഥലത്തൊക്കെ വെച്ച് ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിന് കേട്ടോ. രാവിലെയാണ് വീട് വല്ലാണ്ട് പെരങ്ങുക കേട്ടോ എനിക്ക്. എല്ലാവരും പോവലും കുട്ടികളും എല്ലാത്തിൻ്റെയും പോക്കലും ജഗ പുകയിക്കാരം, പിന്നെ എന്താണ് ചായ ഉണ്ടാക്കൽ, കടി ഉണ്ടാക്കൽ, ഇവരെ പറഞ്ഞയക്കൽ എല്ലാം കൂടെ ആകുമ്പോൾ രാവിലെ ഒരു വല്ലാണ്ടൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ പിന്നെ രാവിലെ പിന്നെ എല്ലാം വൃത്തിയാക്കി ചെയ്താൽ പിന്നെ പിറ്റേന്ന് വരെ അതൊക്കെ ആ ഒരു നീറ്റിൽ അങ്ങോട്ട് നിന്നോളൂ കേട്ടോ. നമ്മൾ ചായ കുടിക്കണേ അങ്ങനത്തെ ഒക്കെ കുറച്ച് പാത്രം കഴുകാനുണ്ടാകുക എന്നല്ലാതെ വല്ലാണ്ട് അങ്ങോട്ട് പെരങ്ങൊന്നുമില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചൊക്കെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാട്ടോ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. കുറച്ചൊന്നല്ല, രാവിലെ ആകുമ്പോൾ കുറച്ച് അധികം പാത്രം കഴുകാനുണ്ടാവും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. ഇച്ചിരി ഒന്നല്ല ഉണ്ടാകുക, കാരണം വെച്ചുണ്ടാക്കലും ചായം കടി ആക്കലും നമ്മൾ ചായ കുടിയും എല്ലാം കൂടെ കഴിഞ്ഞിട്ടുള്ളതാണല്ലോ ഈ രാവിലത്തെ കഴുകൽ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് വേഗം കഴുകി പെറുക്കി എടുത്ത് വെക്കട്ടെ. നാസിമോൻ ഓരോന്ന് വിളിച്ച് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് നാഫീനെ കണ്ടപ്പോൾ ഒന്ന് മടിയിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഓന് കയറി വരുന്നുണ്ട്. അമ്മ വിളിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ മിണ്ടാണ്ട് നിന്നതേനു. ഇതെങ്ങനെയെങ്കിലും ഈ ഒരു വോയിസ് ഓവറൊക്കെ ഒന്ന് കൊടുത്ത് സേവ് ചെയ്യാൻ ഇട്ടിട്ട് വേണം ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ ഒന്ന് നടത്താൻ. അപ്പോൾ ഇന്ന് 7 മണിക്ക് ഇടാനുള്ള വീഡിയോ കൂടെയാണ്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതാ അടുത്തത് തുടക്കലാണ്. ഞാൻ ഒരു എന്താ പറയുക, ഒരു റൊട്ടീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു രീതിയിൽ പണിയെടുത്താലാണ് എനിക്കൊരു ഇത് കിട്ടുക കേട്ടോ. എന്താണ് ആദ്യം അകൊക്കെ ഒന്ന് അടിച്ച് വാരിയിടും, പിന്നെ പാത്രം കഴുകും, പിന്നെ തുടക്കും, അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് മുറ്റമൊക്കെ അടിച്ച് അങ്ങനെ വരും. ചിലവരൊക്കെ രാവിലെ എണീച്ചപാടൊക്കെ മുറ്റടിക്കും കേട്ടോ. എനിക്കൊരു എന്താ പറയുക, ഒരു ടൈം ടേബിൾ പോലെ ഞാനങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ വേഗം ഉണങ്ങി കിട്ടുന്ന തുണികളൊക്കെ ഒന്ന് പുറത്ത് ആറിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മഴേൻ്റെതായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെയൊക്കെ അങ്ങോട്ട് ബാക്കിയുള്ള തുണികളിട്ട് എളുപ്പത്തിൽ ഉണങ്ങുന്നതൊക്കെ ഉണ്ടാവുമല്ലോ, ഷാളും അങ്ങനത്തെയൊക്കെ വേഗം ഉണങ്ങുന്ന തുണികൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മുറ്റത്ത് വെയിലത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇതാ ചോറും അതിൻ്റെ ഇടയിലാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് കറി വെക്കണമല്ലോ, കുറച്ച് ബീഫിൻ്റെത് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് താളിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറിച്ചതിൻ്റെ ചെറിയൊരു കുമ്പളങ്ങേൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ചിട്ട് നോക്കുമ്പം തീരല്ല കേട്ടോ. പിന്നെ എന്താണ് കറി വെച്ചാൽ ഇത്തിരി ഉണ്ടാവുള്ളൂ എന്ന് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും അതിൽ ഒന്നും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങോട്ട് പറിച്ച് കൊണ്ടുവരാൻ വിചാരിച്ചിട്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് പോയതേനി കേട്ടോ. സംഭവം ഇത് എന്താണ് നട്ടുണ്ടാക്കാനൊക്കെ കുറച്ച് മടിയാണ് കേട്ടോ. ഈ പച്ചക്കറിമലോട് അങ്ങനെ അങ്ങോട്ട് പോകില്ല. അതിന് ഇക്കയാണ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുക. നാസിമോന് കുറച്ച് പ്രശ്നമാവുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഒന്നാമത്തെ ഓന് ചെറുതായിട്ടൊരു പനിയും കൂടെ ഉള്ളതുകൊണ്ടേ മടിയിൽ തന്നെ അങ്ങനെ കളിക്കാനൊന്നും വിട്ടിട്ട് അങ്ങനെ കളിക്കാൻ പോവാതെ എൻ്റെ മടിയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒന്ന് പറിച്ചു കൊണ്ടൊന്ന് വേഗം മുറിച്ച് ഒന്ന് കുക്കറിൽ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാണ്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണേ. ഓരോ ദിവസം ഓരോരോ തോന്നലേക്കാരം. അപ്പോൾ ഞാൻ അന്ന് വെച്ചപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ചെറിയൊരു കഷ്ണം ഉള്ളിയും പിന്നെ പച്ചമുളകും ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിടുന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി ഇടാണ്ടാണ് ഇന്ന് വെക്കുന്നത്. പിന്നെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ അതും ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബാക്കി അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോനും ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് നമ്മൾ ചോറ് വയ്ക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ഇത് താളിപ്പും ബീഫ് വരട്ടും നല്ല രസമുണ്ടായിന് കേട്ടോ. എനിക്ക് ബീഫ് വരട്ടും ഇതുപോലെ എന്തെങ്കിലും താളിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നെങ്കിൽ ചപ്പ് താളിക്കുക, അല്ലെങ്കിൽ വെറുതെ പപ്പടം പൊരിച്ചിട്ടിട്ട് കഞ്ഞിവെള്ളം താളിക്കുക, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ താളിച്ചതും ആ ബീഫ് വരട്ടും നല്ല ചോറും. അപ്പോൾ ഞാൻ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.